29ാമത് IFFKയുടെ സിഗ്നേച്ചർ ഫിലിം സ്വപ്നായനം തയ്യാറാക്കിയ അഖിലാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ഇങ്ങനെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന മലയാളികൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് എന്നാണ്, എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം. നമ്മൾ പി കെ റോസിയെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആ ഒരു ഇമേജ് ആക്ച്വലി ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഇമേജ് ആകരുത്. ഇറ്റ് ഷുഡ് ബി ലോങ് ലാസ്റ്റിംഗ് ബേസിക്കലി. സം കൈൻഡ് ഓഫ് ലൈക്ക് ആർക്കൈവൽ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ വേണം അതിന്. സോ അത് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആസ് എ ഇമേജ് ക്രിയേറ്റർ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഈ സ്വപ്നായനം എന്ന് പറയുന്നൊരു സിഗ്നേച്ചർ ഫിലിമിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ആശയത്തെ അതിനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സോ ബേസിക്കലി സ്വപ്നായം എന്നുള്ള ഒരു ടൈറ്റിൽ വന്നത് ലേറ്ററാണ്. ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ആ ടൈറ്റിലേക്ക് എത്തിയത്. സോ ഈ ആശയം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇങ്ങനെ ഒരു IFFKയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു കളക്റ്റീവായിട്ടുള്ള ഗെതറിങ്. അതും നമ്മൾ സിനിമ എന്നുള്ളൊരു മീഡിയം നമ്മളെല്ലാവരും കൂടി തോളോട് തോള് ചേർന്നിട്ടുള്ള ആസ്വദിക്കുന്ന ആ ഒരു ഗെസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു കളക്റ്റീവ്നെസ് ബേസിക്കലി, ആ ഒരു ഐഡിയയുടെ അറൗണ്ട് ലൈക്ക് ഈ സിഗ്നേച്ചർ ഫിലിം ആവണം എന്നുള്ള ഒരു ഇനീഷ്യൽ ഒരു സീഡ്, ഒരു കോൺസെപ്റ്റ്. സോ അപ്പം ആ സമയത്ത് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഫിലിം എക്സ്പീരിയൻസിങ് ഗാദറിങ് ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ലൈക്ക് ഇത് നമ്മൾ ഹിസ്റ്റോറിക്കലി ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഇങ്ങനെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന മലയാളികൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് എന്നാണ്, എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. സോ അങ്ങനെ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് ഈ വിഗതകുമാരൻ എന്നുള്ള മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രത്തിൻ്റെ സ്ക്രീനിങ്ങിലാണ് ആദ്യമായിട്ട് അതിൻ്റെ സ്ക്രീനിങ്ങാണ് നടന്നത്. സോ അതും ഈ ട്രിവാൻഡ്രത്ത് തന്നെ. സോ അതിൻ്റെ നമുക്കെല്ലാം അറിയാം അത് ആ ട്രാജിക് ഇൻസിഡൻറ്റ് എന്താണ്. വളരെ ഒരു ഡിസ്ഗ്രേസ് ആണ് നമ്മുടെ ഹിസ്റ്ററിക്ക് അത് നോക്കുവാണെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ്. സോ അതിൽ നിന്ന് ആക്ച്വലി അവിടെ നിന്ന് ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ 100 വർഷം തികയാറാകുവാണ് ലൈക്ക് മലയാള സിനിമ. അപ്പോൾ നമ്മളെങ്ങനെ ആ ഒരു കളക്റ്റീവ് ഗാദറിങ് അല്ലെങ്കിൽ ഒരു ഫിലിം എക്സ്പീരിയൻസിങ് അങ്ങനത്തെ ഒരു മൂമെൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളൊരു സംഭവമാണ്. പി കെ റോസിയെ പ്ലേസ് ചെയ്യുന്നതും അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ്. ഡെഫിനറ്റ്ലി. അപ്പം ആ ഒരു ആദ്യത്തെ സ്ക്രീനിങ്ങിൽ ആ സ്ക്രീനിങ്ങിലെ ലൈക്ക് ആ പടത്തിൻ്റെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിക്ക് ഇരിക്കാനൊരു ഇടമില്ലായിരുന്നു ലൈക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ബർത്താണ് ആക്ച്വലി മലയാളം സിനിമയുടെ. സോ അപ്പം നമ്മളങ്ങനെ നോക്കി കാണുന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ആസ് എ ഫിലിം മേക്കർ ആക്ച്വലി എന്തൊരു ഡയറക്ടോറിയൽ വിഷൻ വൈസ് ഐ വാസ് വെരി ക്ലിയർ ലൈക്ക് നമ്മളിപ്പം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പി കെ റോസിയെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആ ഒരു ഇമേജ് ആക്ച്വലി ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഇമേജ് ആകരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ ഒരു കറേജിയസ് ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഒരു ഡയറക്ടറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സംഭവം അതായിരുന്നു മെയിൻ ഒരു വിഷൻ. അതായിരുന്നു. ഇപ്പം പി കെ റോസി നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള രീതികൾ അവലംബിക്കാം. അതിപ്പോൾ ഒരു റീമേജ് ചെയ്യുകയോ അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വല്ലതും നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഒരു ആക്ട്രസിലേക്ക് പോകാൻ എടുത്തൊരു തീരുമാനം, ആ ക്രിയേറ്റീവ് ഡിസിഷൻ എന്തുകൊണ്ടാണ്? സോ ബേസിക്കലി നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ കാണുന്ന പി കെ റോസിയുടെ ആ ഫോട്ടോഗ്രാഫ് 1970-കളിലാണ് ആ ഒരു ഫോട്ടോഗ്രാഫ് കിട്ടിയത് ബേസിക്കലി. സോ ആ ഒരു വളരെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി അത് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആസ് എ ഇമേജ് ക്രിയേറ്റർ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഇമേജ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ലൈക്ക് ഇൻ ടേംസ് ഓഫ് ദി ടെക്നിക്കാലിറ്റി എന്നാണ് പറയുന്നത്. ലൈക്ക് സോ അതുകൊണ്ട് ലൈക്ക് I am not that good with AI or that stuff. So I'm a cinematographer. So I was quite confident that I can execute that. That look and feel and that environment and that mood. So that's how like we shot. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയല്ലേ? IFFK എന്ന് പറയുന്ന ആ ഒരു ഇത്രയും വലിയൊരു ഫെസ്റ്റിവലിൻ്റെ ഒരു സ്പിരിറ്റ് മുഴുവൻ ഇത്രയും സെക്കൻഡുകളുള്ള ഒരു സിഗ്നേച്ചർ ഫിലിമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്.
ഡെഫിനറ്റ്ലി അത് ഇപ്പം നോക്കുവാണെങ്കിൽ എത്ര മാസ്റ്റേഴ്സിൻ്റെ വർക്കും എത്ര ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഫിലിംസിൻ്റെ സ്ക്രീനിങ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വെൻ വെൻ ഐ വാസ് conceiving this idea, I mean that sense of responsibility was there. I mean it should be something sensible, or like it should I mean it should be like it should be long lasting basically. I mean some kind of like archival or historical value വേണം അതിന്, ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ഹിസ്റ്റോറിക്കൽ വാല്യൂ വേണം. സോ ദാറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ. ഈ പദ്ധതിയുടെ കൂടെ നിന്ന ആളുകൾ ആരൊക്കെയാണ് കൊളാബറേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്? സോ ഇതിൻ്റെ കോൺസെപ്റ്റും സ്ക്രിപ്റ്റും ഡയറക്ഷൻ സിനിമാറ്റോഗ്രാഫി ഞാനാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ VFX ആനിമേഷൻ ചെയ്തത് എൻ്റെ സുഹൃത്ത് അഭിജിത്ത് സജിയാണ്. അദ്ദേഹം KN നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പാസ് ഔട്ടാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തത് നന്ദഗോപനാണ്, അദ്ദേഹം KN നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് ഗോപി എന്ന് പറയും, പുള്ളിയുടെ സ്ക്രീൻ നെയിമൊക്കെ 6091 ആണ്. ഇപ്പം കുമ്മാട്ടിയുടെ റീമിക്സ് സോങ്ങും അതെല്ലാം ചെയ്തത് പുള്ളിയാണ്. സോ പിന്നെ ആക്ട്രസ്സായിട്ട് അഭിരാമി ബോസ് FTI പാസ് ഔട്ടാണ്, ആക്ട്രസ്സാണ്. സോ പിന്നെ ഇതാണ് മെയിൻ കോർ ക്രൂ ഇതായിരുന്നു. പിന്നെ മെയിൻലി ലൈക്ക് ഇത് ആ തിയേറ്റർ പാർട്ട് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ FTIയിൽ ഞാൻ പഠിച്ച എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെയിൻ തിയേറ്ററിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്, ആ സീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു കണക്ഷനുണ്ട്. ലൈക്ക് ഐ മീൻ എനിക്ക് പേഴ്സണലി ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ള ഒരു ഞാനവിടെ ഫിലിം സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളവിടെ ഒരുപാട് സിനിമകൾ കണ്ടതാണ് പഠിച്ച സ്ഥലത്ത് തന്നെ. സോ ആ ഒരു സ്പേസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അവിടുത്തെ. സോ ആ ഒരു നമ്മൾ സിനിമ ആക്ച്വലി നമ്മൾ ആദ്യമായിട്ട് എന്താ പറയണ്ടേ, നമ്മളെ അബ്സോർവ് ചെയ്ത ഒരു സ്പേസാണ്. സോ ബേസിക്കലി ആ ഒരു സ്പേസിൽ നിന്ന് തന്നെ ആ സംഭവം ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. സോ FTIയിലാണ് ഇതിൻ്റെ ആ പാർട്ട് PK റോസിയുടെ ആ സംഭവം ഷൂട്ട് ചെയ്തത്. അഖിലിൻ്റെ അധ്യാപകർ അല്ലെങ്കിൽ സിനിമ ആസ്വാദകർ IFFKയിൽ ഈ സിഗ്നേച്ചർ ഫിലിം കണ്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഇമോഷണലായിട്ട് ഉള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നോ? അതെല്ലാവർക്കും എന്താ പറയണ്ടേ, ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. ലൈക്ക് ആ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് എൻ്റെ അധ്യാപകർക്കോ അല്ലെങ്കിൽ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും അവർക്ക് അറിയാം ലൈക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതിയ സമയത്ത്. സോ ഐ മീൻ ദേ ഓൾസോ അവെയർ ഓഫ് ദ തിങ്. ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ലൈക്ക് ഇത് യു ആർ റീക്രിയേറ്റിംഗ് ലൈക്ക് ഇമേജ് ഓഫ് PK റോസി. സോ ഐ മീൻ ഹൗ ഇറ്റ് വിൽ അപ്പിയർ ഓൺ ദ സ്ക്രീൻ ആൻഡ് ദ ക്ലൈമാക്സ് പാർട്ട്, ഐ മീൻ ദാറ്റ് ജയൻറ്റ് പപ്പിറ്റ് ഇവരെല്ലാവരും കൂടി കൺട്രോൾ ചെയ്യുന്ന ആ സീൻ നമ്മൾ തിരക്കഥയിൽ എഴുതുമ്പം അത് ഒരു അങ്ങനെയാണ്, പക്ഷേ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇറ്റ്സ് എ ചാലഞ്ചിങ്. ഐ മീൻ ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ലൈക്ക് വി മാനേജ് ലൈക്ക് വി ഹാഡ് ലൈക്ക് വെരി ഗുഡ് പ്രീ. നമ്മൾ ഇമ്മീഡിയറ്റ് ടൈമിലുള്ള നല്ല പ്രീ ചെയ്തായിരുന്നു ആക്ച്വലി. സോ ഇതിവർ ഡിക്ലെയർ ചെയ്തപ്പോൾ വളരെ ലേറ്റ് ആയിപ്പോയി. ലൈക്ക് ഐ മീൻ സിഗ്നേച്ചർ ഫിലിം എൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് വളരെ ലേറ്റ് ആയിപ്പോയി. ആൻഡ് വി ഗോട്ട് ഓൺലി 20 days. സോ വിത്തിൻ 20 days ആണ് നമ്മൾ ഈ സംഭവം എല്ലാം ചെയ്തെടുത്തത്. സോ വി ഹാഡ് എ ഗുഡ് പ്രീ. ലൈക്ക് ഐ മീൻ വി ഡിഡ് ലൈക്ക് സ്റ്റോറി ബോർഡിങ്, വി ഡിഡ് ആനിമാറ്റിക്സ്. സോ ഈവൻ ലുക്ക് ആൻഡ് ഫീൽ അതെല്ലാം നമ്മൾ ക്ലിയർ ആയിരുന്നു. ലൈക്ക് ഈ 4-5 പേര് ഐ മീൻ കോർ ടീമിലുള്ള ആൾക്കാർ ക്ലിയർ ആയിരുന്നു. ലൈക്ക് ഇതിങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കേണ്ടത്. സോ ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ പാലറ്റ് അങ്ങനെ ആ ഒരു സംഭവം ക്ലിയർ ആയിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈവൻ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ KN നാരായണനിലെ എൻ്റെ ഫ്രണ്ട്സും അവരെല്ലാം ഇതിൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. താങ്ക്സ്.